ഹലോ ഫ്രണ്ട്സ്, തനിയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കോഴി കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു മരുന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കുന്ന നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അതാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കാണ് ഫലപ്രദമായിട്ട് ഏറ്റവും നന്നായിട്ട് എന്താ പറയുക അത് യൂസ്ഫുൾ ആവണം കേട്ടോ. അതായത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിനേക്കാളൊക്കെ നന്നായിട്ട് ഏശുന്ന ഒരു മരുന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മരുന്ന് കൊടുക്കേണ്ട കുഞ്ഞുങ്ങളുണ്ടായ ഒരു 5 ദിവസത്തിന് ശേഷം തൊട്ടാട്ടോ. 5 ദിവസത്തിന് ശേഷം തൊട്ട് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. 5 ദിവസത്തിന് ശേഷം കൊടുത്ത് 5 ദിവസം 6 ദിവസം 7 ദിവസം ഈ ഗ്യാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. നന്നായിട്ട് ഇവർക്ക് യൂസ് ആവും. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് തൂക്കലുണ്ടാകുന്നത് ദഹനക്കേട് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങൾക്കൊക്കെ വളരെ അത്യുത്തമമാണ്. വളർച്ചയ്ക്ക് അതായത് വളർച്ച കൂടാനൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു മരുന്ന്. പിന്നെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഗ്രീഡിയൻസിനകത്ത് ഒരു സാധനം കിട്ടിയിട്ടില്ല, വെറ്റില. അപ്പം ആ വെറ്റില നമ്മൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വെറ്റിലയും കൂടെ ഉപയോഗിക്കട്ടെ. ഒരു വെറ്റിലയും കൂടെ ഇതിനകത്ത് ഇട്ട് ഉപയോഗിക്കുക എല്ലാവരും ശ്രമിക്കുക. വെറ്റിലുള്ളവർ വെറ്റിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെറ്റിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഇതിനകത്ത് പല ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്, അതിൻ്റെ പേര് പറയില്ല. അതെല്ലാവർക്കും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതാ ഒരു 10-25ഓളം കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു പനിക്കുറുക്കലിൻ്റെ ചെറിയൊരു ഇല എടുത്തിട്ടുണ്ട്, ഒരു തുളസീൻ്റെ ഇല എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതാ ഇഞ്ചി കഷ്ണം ഒരു മീഡിയം ടൈപ്പിൽ 2 പീസ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾ പീസ് കുറച്ച് വലുപ്പമുള്ളൊരു പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് വേറൊരു സാധനമാണ്. ഇതെന്താണെന്നുള്ളത് മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ പറയുന്നില്ല അതിൽ. ഈ സാധനത്തിൽ നിർബന്ധമല്ല, അത്യാവശ്യമല്ല വേണമെന്നുള്ളത്, പക്ഷെ ഇട്ടാൽ വളരെ നല്ലതാണ്. അപ്പോൾ അത് മനസ്സിലായവർ കമൻറ്റ് അടിക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിനുള്ള കാര്യം ഈ കുരുമുളകിൻ്റെതും അതുപോലെ തന്നെ ഈ മഞ്ഞൾ ഈ സാധനങ്ങളൊക്കെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പനിക്കൂർക്കലിൻ്റെ ഇലയ്ക്ക് അനുസരിച്ചാട്ടോ. ഈ ഇഞ്ചി കഷ്ണത്തിൻ്റെയും ഇതിൻ്റെ എണ്ണം കൂടുമ്പോൾ ഇതൊക്കെ എണ്ണം കൂട്ടണം, അതാണ് വേണ്ടത്. അപ്പോൾ കണ്ടില്ലേ ഈ സാധനം, അതായത് ഈ 6 സാധനം കൂടെ നമ്മൾ ഇതിനകത്തിട്ടിട്ട് ചതച്ച് അരച്ച് എടുക്കണം. അപ്പം നമ്മളിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ അത്യാവശ്യം 2 കൂട്ടർക്ക് കൊടുക്കാനുള്ളതുണ്ട്. ഇനി ഇതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അളവ് കൂടാൻ പാടില്ല ഒരിക്കലും. അത് പറഞ്ഞ മാതിരി ലൂസ് മോഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും, കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കാൻ മെയിൻ കാരണമാവും. അപ്പോൾ നമ്മളിതാ ഒരു 2 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രത്തിൽ, നമ്മൾ കോഴിക്ക് ഫുഡ് എടുക്കുന്ന പാത്രമാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കൃത്യം അതിനകത്തേക്ക് എടുത്ത് കലക്കുക. ആദ്യം കുറച്ചെടുത്ത് കലക്കുക. കണ്ടില്ലേ ഒരുപാടാവാൻ പാടില്ല, കുറച്ച് അതിനകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. പകുതി ജസ്റ്റ് കലക്കി നോക്കുക എത്രത്തോളം ഉണ്ട്. ഇല്ലേ ഒരു മീഡിയം, അത് ഫുള്ള് നല്ല മഞ്ഞ കളർ ആവണ്ട, ഒരു ലൈറ്റ് മഞ്ഞ കളർ ആയാൽ മതി. കണ്ടില്ലേ ഇനി ബാക്കി കുറച്ച് ഇത് അത്ര ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ശരിക്കും നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കൊടുക്കാൻ പാടില്ല, അന്നുള്ള സമയത്തുള്ള അപ്പം ഉണ്ടാക്കി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ബാക്കി വന്നുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇത് മറ്റു കോഴികൾക്ക് നമുക്ക് വായിലിട്ട് കഴിക്കാൻ കൊടുക്കണമെങ്കിൽ ജലദോഷ പനിയൊക്കെ ഉള്ള കോഴികളുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ തകരാറുള്ള കോഴികളൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്കിത് ഇവിടെ എടുത്ത് വെക്കണം. ബാക്കി ഇത് കണ്ടില്ലേ കറക്റ്റ് കലക്കി ഒരു ലൈറ്റ് കളറായിട്ടുണ്ട് പകുതി. ഈ പറഞ്ഞ അളവിലെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വായിൽ തൊട്ട് നോക്കി വെച്ച് നോക്കാം എന്താ എങ്ങനെയാണെന്നുള്ളത്. ആ മരുന്നിൻ്റെയും കാര്യങ്ങളും ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടണം. അപ്പോൾ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വായിൽ സാധാ വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് അളവൊന്നുകൂടെ ജസ്റ്റ് കൂട്ടുക, പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഒരു എന്താ പറയുക ഒരു കുത്തുന്നൊരു ചൊയ ഉണ്ടാവണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള പാത്രത്തിൽ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത സാധനങ്ങളൊക്കെ നല്ല ഇതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിനകത്ത് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും ടേസ്റ്റ് കിട്ടണം നമുക്ക്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം അളവിൽ നമ്മളിത് കലക്കണം. ടെസ്റ്റ് ചെയ്തടിച്ച് നോക്കുക, വിഷം കാര്യങ്ങളൊന്നുമല്ലോ. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഓക്കെയാണ് ഇതിൻ്റെ അളവ്. അത് മഞ്ഞളിൽ ചെറിയൊരു കയ്പും ഉണ്ടാവും. അല്ലാത്തൊരളവിൽ വെറും വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാത്രമാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഇതിനകത്ത് എത്രത്തോളം അളവിലാണെന്നുള്ളത് കണ്ടിരിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളുടെ കുപ്പിയിലാക്കിയിട്ട് അവർക്ക് വെച്ച് കൊടുക്കാം. തിരിഞ്ഞ് അത്യാവശ്യമായി കഴിഞ്ഞാൽ 5 ദിവസത്തിന് 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസം കൊടുക്കുക ഏറ്റവും ബെറ്റർ. നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങളിപ്പോൾ ഒരു 2 ആഴ്ചയോളം പ്രായമായിട്ടുണ്ട്. 2 ആഴ്ച ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ തവണയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ കുപ്പിയിൽ ഒരു അരക്കുപ്പിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഫുള്ളാക്കി കൊടുക്കരുത്. എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒരൊറ്റ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് ശേഷം ഉപയോഗിക്കരുത്. അതാണ് മെയിനായിട്ട്. എന്നാലും അതിൻ്റെ ആ കറക്റ്റ് പവറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ രാവിലെ കൊടുത്തിട്ട് ഉച്ചയല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എടുത്ത് മാറ്റുക.
പിന്നെ നേരം വെളുത്തിട്ടേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നമുക്ക് കുടുക്കിയിട്ട് വെച്ച് കൊടുക്കാം. കുഞ്ഞുങ്ങളെ കണ്ടില്ലേ ഇതാ എല്ലാവരും ഉണ്ടെങ്കിൽ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ ആദ്യം ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഒരു ലക്ഷം കുടിക്കാൻ മടിയാണ്. തള്ളക്കോഴി വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് കണ്ടില്ലേ. പിന്നെ അങ്ങനെ ഓരോരുത്തർ കുടിച്ചോളും. അതാണ്ടില്ലേ. ഇനി അങ്ങനെ കുടിച്ച് ഈ ഒരു വെള്ളം തന്നെ വൈകുന്നേരം വരെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് അവർ കുടിച്ച് തീർത്തോളും. ഇതിപ്പോൾ നമ്മൾ രാവിലെ വെള്ളം കൊടുത്തോണ്ടാണ് വീട്ടിൽ ലേശം ഇപ്പോൾ കുടിക്കാറ് മടി. ഇനി കുറച്ച് അങ്ങനെ കുടിച്ചോളും ഓരോരുത്തർ. അപ്പോൾ ഇവർക്കും വെച്ചെടുത്തുണ്ടല്ലേ ഓരോരുത്തർ ഇതാ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുടിച്ചോളും. ഇത് നമ്മൾ ശരിക്കും രാവിലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതായത് തലേ ദിവസത്തെ വെള്ളം മാറ്റിയിട്ട് രാവിലത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അവർ കുടിച്ചോളും. ഇത് നമ്മൾ രാവിലെ തലേ ദിവസത്തെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കുടിച്ചത് കൊണ്ട് ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചപ്പോൾ അതങ്ങനെ കുടിച്ച് തീർത്തോളം. ഇനിയിപ്പോൾ ഏതായാലും ഓരോരുത്തർ കുപ്പീൻ്റെ പുറകെ സൈഡിലൊക്കെ നിന്ന് കുടിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ വെച്ചുകൊണ്ട് മറ ഇട്ടിട്ടാണ് കുടിക്കുന്നത് ഓരോരുത്തർ. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ആ ഒരു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ കുടിച്ച് തീർത്തോളും. അവർ ലേശിച്ച് കുടിച്ച് തീർത്തോളും. അപ്പം പിന്നെ എന്താ വെച്ചാൽ മെയിനായിട്ട് ഒറ്റ ദിവസം മാത്രം കേട്ടോ അവർക്ക് കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കരുത്. അത് അധികാരം അമൃതും വിഷം എന്ന് പറയും പോലെ തന്നെയാണ്. അപ്പോൾ ആഴ്ചത്തിന് മാത്രം കൊടുക്കട്ടോ. 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അയയ്ക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്താ ചെയ്ത വീഡിയോ ആണെങ്കിൽ വീണ്ടും ചെയ്യാൻ നോക്കട്ടെ. ചിലപ്പം ചെയ്യാൻ ചാൻസ് കുറവാണ്. പുതിയ വീഡിയോ ആയിട്ട് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഓക്കെ.